മോളെ, എന്റെ പീടിയിലത്തെ പുതിയ സെയിൽസ് ഗേൾ ആയതുകൊണ്ട് പറയുന്നല്ല, നമ്മളെ കടയില് ആൾക്കാർ വരുമ്പോ നല്ല സമീപനായിരിക്കണം. ഞാനേ ചന്തയില് ചാന്ത് കുപ്പിവള ചെറിയ ചെറിയ കച്ചവടം ചെയ്ത ആളാ. ഇന്ന് വലിയൊരു സ്ഥാപനം ഉണ്ടാക്കിയത് എന്താ? നമ്മൾ ആത്മാർത്ഥമാണ്, മറ്റുള്ളവരുള്ള സമീപനം. ആരോഗ്യ അപ്പൊ നമ്മള് ആദ്യപടി എന്തെങ്കിലും വർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഫ്രീ അല്ല. രാമേന്ദ്രേട്ടൻ ചോദിച്ചത് 3 എടുത്ത് അതാണ്. ഫാൻസിയിൽ പുതിയ സ്റ്റാഫൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫാൻസിയിൽ പുതിയ സാധനവും വന്നിട്ടുണ്ട്, സ്റ്റാഫും വന്നിട്ടുണ്ട്. ഈ കുട്ടിയാണ് പുതിയ ആള്. എന്താ പേര്? ലക്ഷ്മി. ദൈവത്തിന്റെ ഒക്കെ പേരാ. അതെ, ഈ കളർ നല്ല അല്ലേ? നല്ല കളർ, നല്ല മേച്ച. ഈ മൂക്കുമ്പിലിടുന്ന കമ്മലുണ്ടേനോ ഇവിടെ? ഉണ്ടല്ലോ. ഇപ്പൊ ഇങ്ങനെ മൂക്കുമ്പിലിടുന്നത് ഇവിടെ ഇടാലോ. നിങ്ങളതിന് എന്താണ്ട്? ഇതിന് 20 രൂപ. 20 ഉള്ളു. കോസ്റ്റ്ലി ഇല്ല? എന്ത് കോസ്റ്റ്ലി? കോസ്റ്റ്ലി ഉണ്ട്. കോസ്റ്റ്ലി താഴോട്ടേക്ക് വരുമ്പോ കോസ്റ്റ്ലി ഐറ്റംസ് ആണ്. ഞങ്ങളവിടെയൊക്കെ മുകളിലേക്ക് വരുമ്പോ കോസ്റ്റ്ലി ആവുക. ആണോ? ഇതാണ് ഇതാണ് ഇത് മൂക്കുമ്പിൽ നിട്ടിരാൻ പറ്റുമോ? മറ്റേത് മോളെ ആ വള സീലിന്റെ ഇതേട്ടാ, ഇത് വീട് എവിടെയാ? വീട് ഇവിടെ. ഞാൻ ചെറുപ്പൂര് ഇവിടെ താമസം. ഇവൾക്കാ അതിന്റെ അപ്പുറം. മോളത് കേറില്ല ഒന്നൊന്ന്. ചേട്ടാ, ഇവിടെ സൂക്കിയോട് കയറി കേട്ടോ. സൂല്ലാത്തവരോ? 10% ഡിസ്കൗണ്ട് കൊടുക്കാം. പാവം. ഇതല്ലാന്ന് ഇതുമാതിരി സുഖല്ലേ പോലെ സാധനം മാണ്ട പോലെ. അതൊന്നും ഇല്ലേ? ഒന്നുമില്ല. വള എങ്ങനത്തെ വള ചേച്ചി? റെഡ് വള. ഈ സാരിക്ക് ഉടുക്കാൻ. സാരിക്ക് മാച്ച് ആയത് മതി. റെഡ് കളർ അല്ലേ? ഡാർക്ക് ആണോ ചേച്ചി? ഡാർക്ക് കളറാണോ? ഡാർക്ക് അത്ര വേണ്ട. അല്ല, ഇങ്ങനത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കണത്. നമ്മൾ ഈ സാരിക്ക് ഇതുണ്ടോ ഒറ്റ വളയിട്ടൊക്കെ ഇടില്ലേ? അതിന്റെ പുതിയൊരു സാധനം. ട്രെൻഡാണ്, പുതിയ സ്റ്റൈൽ ചേച്ചി. ഇത് കണ്ടോ? ട്രെൻഡ് സാധനം. ഇത്രയല്ലോ ഓക്കെ. അടിപൊളിയാണ്. ഓ, ഇങ്ങനെ ടൈറ്റ് ചെയ്യാമല്ലേ? അയ്യോ, ഇഷ്ടത്തിനാക്കാം. ഭംഗി. അപ്പൊ നോക്കട്ടെ വേറെ ഇതിന്റെ വേറെ ഉണ്ടോ നോക്കട്ടെ. സിൽവർ ഉണ്ട്. ഇതാണ് കുറച്ചുകൂടി. അതിന്റെ തന്നെ സിൽവർ ഉണ്ട് ചേച്ചി. എടുത്ത് കൊടുക്കുമോളെ. ഇത് മതി. മതി. രാത്രി കിടക്കുന്നതിന് മുമ്പ് കാവൽ മാലാഖെ പ്രാർത്ഥിച്ചിട്ട് കിടക്കണമെന്ന് പറഞ്ഞാ നീ കേക്കുവോ? അല്ല, അതിനെവിടെ സമയം? രാത്രി മുഴുവൻ ഓരോ ദുഷ്ടകഥകൾ വായിച്ചു കിടക്കല്ലേ. പിന്നെങ്ങനെ രാത്രി കിടന്ന് സ്വപ്നം കാണാതിരിക്കും? ഞാനതിന് ഗ്രാൻഡ് പായേ സ്വപ്നം കണ്ടത്. ചുമ്മാതല്ല. എങ്കി ഇതിനപ്പുറവും കാണും. ചെറുപ്രായത്തില് വല്ല ഡോൺ ബോസ്കോയുടെയോ സാവിയോയുടെയോ കഥകൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം സിമെന്റും കമ്പനി നാളെ പോയി എടുക്കാം. കഥകൾ പറഞ്ഞു പഠിപ്പിച്ചു. 2 ദിവസം കഴിഞ്ഞല്ലേ പണി തുടങ്ങുള്ളൂ. പിന്നെന്താ പ്രശ്നം? നിങ്ങളൊരു കാര്യം ചെയ്യാം, പൈസ കിട്ടും, അതാ നല്ലത്. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. രാവിലെ തന്നെ എന്റെ വായിലിരിക്കുന്ന ശരി. സ്കൂളിൽ പോകാൻ വേഗം റെഡിയാവും. അല്ലാതെ പരീക്ഷണം നിരീക്ഷണം എന്ന് പറഞ്ഞു നടന്നു. ദൈവമേ, 24 മണിക്കൂറും സീരിയൽ. നിന്റെ ന്യൂസ് ഒന്ന് വെച്ചേ. നിന്റെ സാധനങ്ങൾ ഉപയോഗിച്ച് മതി. ഇതിനകത്തിരുന്ന മണ്ണെണ്ണ എന്താണ് ഈ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ അത് മുടങ്ങാതെ കാണാല്ലേ. എന്തെല്ലാം കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അല്ല, ന്യൂസ് വെച്ചാൽ അതൊക്കെ വല്ലതും മനസ്സിലാവൂ. അത് നാളെ പത്രത്തിൽ വായിച്ച പോലെ. മനസ്സിലാവില്ല. ഓ, ഇൻവെസ്റ്റിഗേഷൻ പോലും. നീ ആ റിമോട്ട് ഞാൻ അത് കണ്ടോണ്ടിരിക്കല്ലേ. ഇത് നിനക്ക് നാളെയും കണ്ടൂടെ? അപ്പൊ ഇത്ര നേരം സത്യം കാണണ്ടായിരുന്നല്ലോ. എടി, കുറച്ചു നേരം ന്യൂസ് കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ലെന്ന്. എനിക്ക് ന്യൂസ് കാണണ്ട, എനിക്കിപ്പോ ഇതാ കാണണ്ടത്. അപ്പൊ നിനക്ക് പകൽ ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ, ആ നേരത്ത് കണ്ടൂടെ? ഇത് ഇഷ്ടംപോലെ സമയം വെച്ചിട്ട് ഞാൻ ഇവിടെ വെറുതെ ഇരിക്കണോ? വീട്ടിലെ പണിയൊക്കെ തീർക്കണ്ടേ? നടത്തിയതാ, കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളൂ. അതങ്ങ് ഞാൻ അപ്പൊ ഇത് കാണാം. കുറച്ചേരം കഴിഞ്ഞിട്ട് അതിലും ന്യൂസ് ഉണ്ടാവും. കുറച്ചേരം കഴിഞ്ഞിട്ട് ന്യൂസ് ഉണ്ടാവും. ഇതിപ്പോ ഒരു അരമണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ. നീ അത് എനിക്കിത് കാണണോ തന്നെ? എനിക്ക് ന്യൂസ് കാണണപ്പോഴോ? വേണ്ട, ന്യൂസ് കാണണ്ടോ? എനിക്ക് ന്യൂസ് കാണണോന്ന്. എനിക്കിപ്പോ ഇത് കാണണന്നേ. അത് തിരക്കില്ലല്ലോ.
ഇതിപ്പോ എന്താ ഇങ്ങനെ സ്വഭാവം? എന്റെ സ്വഭാവം ഇങ്ങനെയാ. അങ്ങനെ സ്വഭാവമായ പറ്റില്ലല്ലോ. പറ്റില്ല, കണക്കായി പോയി. എന്റെ ബോഡിയിൽ തൊടരുത്. നിന്നെ തൊട്ടെന്താ കുഴപ്പം? എന്നെ തൊടണ്ട, അത് തന്നെ. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ശരീരത്തെ തൊടണ്ട. എന്തൊരു മെനക്കെട്ട സ്വഭാവടി. ഇങ്ങനെ തന്നെയാ. സ്കൂളുകളിൽ ഒരുമിച്ച് നടക്കുന്ന എക്സാമിനേഷൻ ആണിത്. എന്നാ നിന്നെ തൊട്ടു. നീ എന്ത് ചെയ്യും? ഒന്നോടെ തൊട്ട്. പഠിച്ചോ എക്സാം ഇനിയും തൊടും. ഇനിയും വേണമെങ്കിൽ തൊടും. അവിടെ മിസ്സുമാരുടെ മുറിയില് മിസ്സുമാര് വലിയ ആലോചന. കൂടുതൽ സഹകരണ ബാങ്കുകളിലേക്കും ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്കും രണ്ടാം ഘട്ട അന്വേഷണം നീളും. തൃശൂർ ജില്ലയിലെ 5 സഹകരണ ബാങ്കുകൾ ഇഡിയുടെ അന്വേഷണ പരിധിയിലാണ്. തൃശൂർ സഹകരണ ബാങ്കുകൾക്ക് പിന്നാലെയാണ് പെരിങ്ങണ്ടൂർ ബാങ്കിലേക്കും ഇഡി അന്വേഷണം വ്യാപിപ്പിച്ചത്. കഴിഞ്ഞ മാസം കേസിലെ പ്രതികളായ അരവിന്ദ എന്നിവരുമായി ഏറെ അടുക്കുന്നത്. നീ അവളെ തൊട്ടൂന്ന് കേട്ടു. കേട്ടത് നേരാ, തൊട്ടു. ഈ നാട്ടിലെ നല്ല തറവാട്ടി പറഞ്ഞ ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയൊക്കെ ആലോചന വന്നിട്ടും എൻ്റെ അച്ഛൻ, അതായത് അവളുടെ അപ്പൂപ്പൻ, ആ മനുഷ്യൻ്റെ ഒറ്റ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് നിനക്ക് 100 പവനും നീ പറഞ്ഞ കാറും 10 ലക്ഷം രൂപയും തന്നിട്ട് വളരെ ആർഭാടമായിട്ട് ഞാൻ ഈ കല്യാണം നടത്തി തന്ന. അങ്ങനെയുള്ള എൻ്റെ മോളെ നീ തൊടും അല്ലേടാ? തൊട്ടെന്ന് പറഞ്ഞില്ലേ? അവളുടെ അനുവാദം കൂടാതെ തൊടണത് മര്യാദ ഇല്ലെന്നറിയാൻ പാടില്ല അളിയന്. 4 വർഷമായില്ലൂടെ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ ഇല്ലാത്തൊരു കംപ്ലൈന്റ് ഇപ്പൊ എന്താ വരാൻ? 4 വർഷമായിട്ട് അവള് സഹിക്കായിരുന്നു അളിയന്റെ അച്ഛ. ഞങ്ങളോട് അവള് പറയാതെ ഒതുങ്ങായിരുന്നില്ലേ? എന്റെ അളിയ, അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ പറയണമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു എഗ്രിമെന്റ് വെക്കണം, അവളുടെ അനുവാദം ഇല്ലാതെ അവളെ തുടരുതെന്ന് പറഞ്ഞിട്ട്. അതെന്താ നിങ്ങൾ വെക്കാതിരുന്നത്? അങ്ങനെ ഒരു എഗ്രിമെന്റിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഒരു പൊതു നിയമമുണ്ട്. ഒരു സ്ത്രീയുടെ ദേഹത്ത് ഒരു പുരുഷൻ തൊടണമെങ്കിൽ അവളുടെ അനുവാദം വേണം. എന്താ മന്മത നീ പറയണത്? നീ നിന്റെ കമലാക്ഷിനെ സമ്മാനം ചോദിച്ചിട്ടാണോ തൊടാറ്? സുഗത, ഇപ്പൊ കമലാക്ഷിയുടെ പ്രശ്നം തീർക്കാനല്ലേ ഇവിടെ വന്നേക്കണേ. എന്റെ മോളുടെ പ്രശ്നം തീർക്കാൻ അത് പറയും. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായല്ലോ. ഇതിനിടയ്ക്ക് പല പ്രാവശ്യം ഞാൻ അവളെ തൊട്ടിട്ടില്ലേ? ഇത് മുഴുവൻ അവളുടെ സമ്മതം ചോദിച്ചിട്ടാണോ? അവള് പറയട്ടെ. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ എന്നെ തൊടരുത് എന്ന്. അപ്പൊ മനഃപൂർവ്വമല്ലേ നിങ്ങള്? ഞാൻ എങ്ങനെ നിന്നെ തൊട്ടതെന്ന്? എന്തിനാ എന്നെ തൊട്ടേന്ന്? എങ്ങനെ തൊട്ടാലും അവളെ അനുവാദം ഇല്ലാതെ നീ തൊട്ട എന്തിനാ? എന്താടാ നീയൊന്നും ഉണ്ടായി നിൽക്കണേ? ഞാനിപ്പം വേണ്ടിട്ട് എന്താ കാര്യം? ഞാൻ അന്ന് ഈ ആലോചന വന്നപ്പോഴേ പറഞ്ഞത് ഇത് നമുക്ക് പറ്റിയതല്ലെന്ന്. പറ്റിയതല്ലെങ്കിൽ വേണ്ട, അത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ എന്നും വന്നിട്ട് എന്റെ ഭാര്യനെ ഞാനൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിക്കാൻ ഒരു ഭാര്യയുള്ള ഭർത്താവനല്ല അവൻ. അങ്ങനെ ഒരു ഭാര്യ ഇവിടെ വേണ്ട. നിങ്ങൾ അവളെ കൊണ്ട് പൊക്കോ. അച്ചടക്കത്തിൽ വളർത്തിയ പിള്ളേരെ തുടരണമെങ്കിൽ അങ്ങനെയൊക്കെ ചില മര്യാദകൾ. ഭർത്താവ് ഭാര്യ തൊടണമെങ്കിലോ? എടോ, അങ്ങനെ സമ്മതില്ലെങ്കിൽ നിങ്ങൾ അറിയിക്കോന്ന്. അതെ, ആരാണ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഞാൻ എന്റെ മോക്ക് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച് വെച്ചു കൊടുത്ത വീടായത്. അതെ, നീ നിന്റെ മകൾക്ക് വീട് വെക്കാൻ കാശ് കൊടുത്തു. ഞാൻ എന്റെ മകനെ കൊടുത്ത സ്ഥലത്താ ഈ വീട് വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾ എന്തിനു ഇവിടുന്ന് പോകണം? വീട് പുഴക്കി കൊണ്ട് പോകാത്ത സ്ഥലം ഞങ്ങളുടെ. ഇറങ്ങണേന്ന് നമുക്കൊന്ന് കാണാല്ല. ഞങ്ങൾക്കും താല്പര്യം ഉണ്ടായില്ല അളിയന് കെട്ടിച്ചു തരാൻ. എന്റെ അപ്പൂപ്പന് ഒറ്റൊരുത്തം കാരണമാണ് നിങ്ങക്ക് കെട്ടിച്ചു തന്നത്. അതെ, ഞാൻ എന്റെ അച്ഛനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അച്ഛൻ നാളെ ഇവിടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് രണ്ടിലൊന്ന് തീരുമാനിക്കാം. നാളെ തന്നെ തീരുമാനിക്കണം. നാളെ എപ്പോ തീരുമാനിച്ചു? ഇവള് ഇവിടെ നിന്ന് ഇറങ്ങൂല. അങ്ങനെ രണ്ടുപേരും ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കണ്ട. അത് നിങ്ങൾ നാളെ അറിയണം. നാളെ അറിയണം.
അവൻ എൻ്റെ മോളെ തൊടാൻ വന്നിരിക്കുന്നു, ഒരു പണിത്താവ്. മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പൊ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.